ഹായ്, സുഖല്ലേ? എന്നോട് കുറെ ആളുകൾ ചോദിച്ചു ഡൽഹിയിൽ നടക്കുന്ന ഈ വിഷയത്തെ കുറിച്ചിട്ട് നിങ്ങൾ എന്താ ഒരു വീഡിയോ പോലും ചെയ്യാത്ത? പിന്നെ എല്ലാവരും വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങളെ വീഡിയോ ഒന്നും കണ്ടില്ലല്ലോ എന്ന്. നമ്മൾ വീഡിയോ ചെയ്യാത്തതിന്റെ മെയിൻ ഉദ്ദേശം എന്താ അറിയോ? നമ്മൾ എന്ത് വീഡിയോ ചെയ്താലും ശരി, അതിന്റെ ഇടയിൽ വന്നിട്ട് ഈ സംഖ്യകൾ കമന്റ് അടിക്കാനും ന്യായീകരിക്കാനും ഇഷ്ടം പോലെ ഉണ്ട്. ഓലുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ചെയ്യണ്ട എന്നല്ല പറഞ്ഞത്. ഇപ്പോൾ ടൊവീനോ ഇവരെ സപ്പോർട്ട് ചെയ്തു. ടൊവീനോയുടെ വീടിന്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ടാണ് യുവമോർച്ചയുടെ പ്രതിഷേധം, എന്തിനെ സപ്പോർട്ട് ചെയ്തതിന്. പക്ഷെ തുടർന്നിട്ട് ദുൽഖർ വന്നു, മമ്മൂട്ടി വന്നു, അങ്ങനെ സിനിമയുടെ ഹോളിവുഡ് ആയാലും എല്ലാ താരങ്ങളും ഇതിനെ സമരത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട് പിന്തുണയായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ വേടനെതിരെ കേസ് എടുത്തിട്ടുണ്ട്, എന്തിന് ഇതിനെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത്രയും വിവരമില്ലാത്ത ആളുകളോട്, പൊട്ടന്മാരോട് തർക്കിക്കരുതെന്ന് പറയില്ലേ? അപ്പൊ ഇത്രയും വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളാണ് നമ്മുടെ നാട് ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് പറയുക എന്നുള്ളത് വലിയൊരു ടാസ്കുള്ള കാര്യമാണ്. എങ്കിലും ഇത്രയും നടന്ന സ്ഥിതിക്ക് ഇതിനെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയൂല. സത്യത്തിൽ എന്താ ഈ വിഷയം എന്നുള്ളത് പലർക്കും അറിയാമെങ്കിലും ഇപ്പോഴും അറിയാത്തവരുണ്ട്. എങ്കിൽ ചുരുക്കത്തിൽ ഞാനൊന്ന് പറഞ്ഞുതരാം. തന്റെ രക്ഷിതാക്കൾ രാവെന്നോ പകലെന്നോ ഇല്ലാതെ കിട്ടുന്നത് മുഴുവൻ സ്വരുക്കൂട്ടി വെച്ച് മക്കളെ പഠിപ്പിച്ചു. അങ്ങനെ അവരും കഷ്ടപ്പെട്ടിട്ട് എല്ലാ പ്രതിസന്ധികളും മറികടന്നിട്ട് എവിടെയെങ്കിലും എത്തണം, എന്തെങ്കിലുമൊക്കെ ആയി തീരണം എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇത്രയും കാലം പഠിച്ചുണ്ടാക്കിയ ആ പരീക്ഷയുടെ ചോദ്യപേപ്പർ വളരെ സിമ്പിളായിട്ട് ചോർന്നു. ആ ചോർന്നതിന്റെ പേരിൽ 10-23 കുട്ടികൾ ആത്മഹത്യ ചെയ്തു. BJPയുടെ തന്നെ ഒരു MLAയുടെ മോന് 10 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഈ ചോദ്യപേപ്പർ വാങ്ങി പരീക്ഷ എഴുതിയത്. ആ ആൾക്ക് കിട്ടിയ മാർക്ക് എത്ര അറിയോ? 107 മാർക്ക്. ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഈ പരീക്ഷാ പേപ്പർ കയ്യിൽ കിട്ടിയിട്ട് പോലും, അതായത് കറക്റ്റ് ആൻസർ എന്താണെന്ന് കയ്യിൽ കിട്ടിയിട്ട് പോലും അത് നേരാവണ്ണം എഴുതാൻ അറിയാത്ത അത്രയും അധപ്പതിച്ച വർഗങ്ങളാണ് നമ്മുടെ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്കൊന്നും സ്കൂള്, കോളേജ് ഇതൊന്നും പറഞ്ഞാൽ പറ്റൂല. അവർക്കെന്നോ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ മാത്രം ഒതുങ്ങി ജീവിക്കാനാണ്. ആരെന്ത് പറഞ്ഞാലും പിന്നെ രാജ്യദ്രോഹി, അങ്ങനത്തോനെ ഇങ്ങനത്തോനെ എന്നുള്ള വർത്താനം പറഞ്ഞിട്ട് അവരങ്ങോട്ട് തളർത്തുക എന്നുള്ളതേ ഇവരുടെ ലക്ഷ്യമുള്ളൂ. ഇവരുടെ മെയിൻ ലക്ഷ്യം എന്താന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ വിദ്യാഭ്യാസം പാടില്ല. ഇന്ത്യയിൽ എത്രത്തോളം വിദ്യാഭ്യാസം ഇല്ലായ്മ ഉണ്ടാവും എങ്കിൽ അവർക്ക് അത്രത്തോളം ഭരണം കിട്ടും. ഇന്ത്യയിൽ ആരെങ്കിലും ചുരുങ്ങിയത് ഒരു 10ാം ക്ലാസ് വരെയെങ്കിലും പോയി കഴിഞ്ഞാൽ അത് അവർക്ക് തിരിച്ചടിയാ. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ ഇത്രയും കാലമായിട്ട് ഇത് നടക്കുന്നുണ്ട്, അത്രയും അടിച്ചമർത്തി എന്നിട്ടും ആളുകൾ വീണ്ടും ഒഴുകിയും കൊണ്ടിരിക്കുക. ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുക ഡൽഹിയിലേക്ക്. അതിനിടയ്ക്ക് മേജർ രവി പറയുന്നൊരു വാക്കുണ്ട്, എന്താ അറിയോ? കള്ളിനും ഭക്ഷണത്തിനും വേണ്ടിയിട്ടാണ് ഡൽഹിയിലേക്ക് കേരളത്തിൽ നിന്ന് ആള് പോകണമെന്ന്. കേരളത്തിലെ ആളുകൾക്ക് ഡൽഹി പോയിട്ട് വേണമല്ലോ അവരുടെ വിശപ്പടക്കാനും അതുമാതിരി അവർക്ക് മദ്യപിക്കാനൊക്കെ, അല്ലെ? മേജർ രവി പറഞ്ഞതാണ്. തന്നെ അയാൾ നിന്നതിൽ ഒരു ഒട്ട് പോലും കിട്ടാതെ അയാൾ തോറ്റീന്റെ കാരണം എന്താ അറിയോ? ഇയാളൊക്കെ എന്താണെന്നുള്ളത് നല്ലപോലെ അറിയാം. ഇപ്പോഴും അവര് പറയുന്നത് അവരൊഴികെ ബാക്കി എല്ലാവരും രാജ്യദ്രോഹികളാണെന്ന്. എന്തിന്? അവർക്ക് ഈ സ്കൂളും കോളേജ് എന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്തൊരു ഇറിറ്റേഷനാണ്. അത് അവരങ്ങനെ തന്നെ മരിക്കുന്നത് വരെ അങ്ങനെ തന്നെ അവർ കൊണ്ടു നടക്കുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കെ, ഇപ്പോഴും കേരളത്തിൽ മോദിക്കെതിരെ പറഞ്ഞതിന്റെ അല്ലെങ്കിൽ മോദിയുടെ വീടിന്റെ മുമ്പിൽ പ്രതിഷേധം നടത്തിയതിന്റെ പേരിലും ഓരോ ആളുകളുടെ തെരഞ്ഞു പിടിച്ച് ഈ യുവമോർച്ചും BJPയും ഒക്കെ കടന്നിട്ട് തിരിച്ചതേ നാണയത്തിൽ തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള കാട്ടിക്കൂട്ടലാണ്. പക്ഷെ ഇവറ്റയ്ക്ക് ചിന്തിക്കാനുള്ള അന്തല്ല. എന്തിനു വേണ്ടിയാണ് ഈ ജനങ്ങൾ ഇത്രയും തെരുവിലിറങ്ങി അടികൊള്ളുന്നതും പട്ടിണി കിടക്കുന്നതും കഷ്ടപ്പെടുന്നതും ഒന്നും ആലോചിക്കുന്നില്ല. അവരെ ലക്ഷ്യം ഒറ്റന്നുള്ളൂ, ഞങ്ങളെ മോഡി എന്ത് പറഞ്ഞു അതാണ് ഞങ്ങൾക്ക് ശരിയെന്ന്. മോഡി പകല് വന്നിട്ട് രാത്രിയാന്ന് പറഞ്ഞാൽ രാത്രി തന്നെയാണ്. അതാരെങ്കിലും പകലാന്ന് പറഞ്ഞാൽ ഓന്റെ പെരയുടെ മുമ്പ് പോവും, ഓനെ തെറി വിളിക്കും, ഓനെ രാജ്യദ്രോഹിയാക്കും. ഇനി എല്ലാം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും. അത്ര അന്തവും വിവരവും ഇവറ്റൊക്കെ ഉള്ളൂ. ഇനിയിപ്പോ ഒന്നും വേണ്ട. ഇപ്പൊ ഇതിനെതിരെ, അതായത് മോദിക്കെതിരെ മോദിയുടെ വീടിന്റെ മുമ്പിൽ പോയിട്ട് പിന്നെ പ്രതിഷേധിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ കേരളത്തിലെ സംഖ്യകൾക്ക്. അതിനൊരു തിരിച്ചു മറുപടി എന്നുള്ള നിലക്ക് ഇവരൊരു വലിയ ബാനറും കയ്യിൽ പിടിച്ചിട്ട് പിന്നെ റോട്ടിൽ ഇറങ്ങിയിരിക്കുകയാണ്. എന്തിന്? തിരിച്ച് ഞങ്ങൾക്കോ അതേ നാണയത്തില് തിരിച്ചടിക്കാൻ കഴിയുമെന്നുള്ളത് ആക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ ബോർഡും വെച്ചിട്ട് ഇറങ്ങിക്കുക പോലെ. എന്നിട്ട് അവസാനം റോട്ടിൽ എന്നിട്ട് എല്ലാവരും പാടെ ഫ്ലെക്സ് നിർത്തുകയാണ്. അതുപോലും ഇവർക്ക് എങ്ങനെയാണ് നിർത്തുകയെന്ന് അറിയില്ല. ഞങ്ങളൊന്ന് നോക്കി അടിയോ, അതാണ് മറ്റോ തലയിൽ കൈ വെച്ച് നിൽക്കണുണ്ടോ? ഇത്ര അന്തേ ഉള്ളൂ പറ്റൊക്കെ. ഇവരിൽ കുറെ വക്കീലന്മാരുണ്ട്. ഏതെങ്കിലും ഒന്നിന് പണിയും തൊഴിലുണ്ടോ? ഇല്ല. അപ്പൊ എന്താ വെച്ചാൽ ഇതൊക്കെ ഇങ്ങനെ വാങ്ങിയതാണ്. മറ്റേ ഡോക്ടറേറ്റ് ആയാലും ശരി, LLB ആയാലും ശരി, MBBS എന്ത് പണ്ടാറായിക്കോട്ടെ ഇങ്ങനെ വാങ്ങണ്, കാശ് കൊടുത്ത് വാങ്ങുക. എന്നിട്ട് എന്തെങ്കിലും അസുഖം വന്നാൽ ഇവരെടുത്താണ് നമ്മൾ ചികിത്സിക്കാൻ പോവുക. ഒന്ന് ആലോചിച്ച് നോക്കണം ഇന്ത്യയിലെ ജനങ്ങളുടെ ഒരു ഗതികേട്. എന്തായാലും തൊട്ടുക്കണ വിദ്യാർത്ഥികളാണ്. ഇവിടെ രാഷ്ട്രീയമല്ല, മതമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് അവർക്ക് ശരിക്കും പൊള്ളും. പക്ഷെ എന്താ അറിയോ,
ഇനി വേറെ ട്വിസ്റ്റ് വരാനുള്ളത് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടോളുണ്ട്. കുറച്ചൊന്നും കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം മറക്കാൻ വേണ്ടിയിട്ട് നേരെ എന്ത് ചെയ്യും, അടുത്തൊരു വിഷയം കൊണ്ടും. ഞാനൊക്കെ വിചാരിച്ചിരുന്നത് ഡൽഹിയിൽ മുമ്പുണ്ടായ കർഷകർക്കെതിരെയുള്ള പ്രതിഷേധം കണ്ടപ്പോൾ ഇനി ഒരിക്കലും BJP വരൂല എന്നാണ്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ടിന് ഇതിലേറെ ഭൂരിപക്ഷത്തിൽ ഒരു വന്നു. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണേന് കാശുണ്ടെങ്കിൽ എന്തും വിലക്ക് കെട്ടാ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്താര് പറഞ്ഞാലും അതൊന്നും അവർ ചെവിക്കൊള്ളാത്തത്. അവർക്ക് കറക്റ്റ് ഒരു ലക്ഷ്യബോധമുണ്ട്. എന്ത്, ഈ നാട് നശിപ്പിക്കുക എന്നുള്ളത്. അത് അവർ നന്നായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെതിരെ ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അത് ഞങ്ങൾക്ക് വിഷയമില്ല എന്നുള്ളത് ആക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ കഷ്ടപ്പെടുന്നതും. ഈ കേരളത്തിൽ ഇരുന്നിട്ട് ഇതിനെതിരെ വാദിക്കുന്ന ഒട്ടകം ഗോപാലൻ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ അറിയോ, ഞങ്ങൾക്കും അറിയാൻ തെരുവിലിറങ്ങാന്, അങ്ങനെ എങ്ങാനും ഞങ്ങൾ തെരുവിലിറങ്ങിയാൽ എന്നൊക്കെ പറഞ്ഞിട്ട് വമ്പൻ ഡയലോഗാ. സത്യത്തിൽ എനിക്ക് ഒട്ടക ഗോപാലനോട് സഹതാപാണ്. എന്താ അറിയോ, വക്കീലാണെന്നൊക്കെ പറഞ്ഞിട്ട് വിവരമില്ലായ്മ ഒരു അലങ്കാരമാക്കി. അല്ല, പാർട്ടി അതാണ്, നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ല. നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ പറഞ്ഞ അതേ നാണയത്തിലൊന്നും ഞാൻ തിരിച്ചടിക്കുന്നില്ല, എങ്കിലും പറയാം. നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ തെരുവിലിറങ്ങാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചോ, നിങ്ങൾ ഏത് ഭാഗത്താണോ തെരുവിലിറങ്ങണേ ആ ഭാഗമൊക്കെ ഇടപ്പാളായി മാറും. അത് കേരളത്തില്, മനസ്സിലായോ? കേരളത്തിൽ ഒരുപാട് ഇടപാടുകൾ ഉണ്ടാവും, അത്രേ സംഭവിക്കുള്ളൂ. വിവരം എന്താന്ന് പോലും അറിയാത്ത കുറെ നേതാക്കളും അണികളും ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലുണ്ട് ഒതുങ്ങി തീർന്നിക്കുകയാണ്. അതാണ് ലോകം, അതാണ് സത്യം എന്ന് പറഞ്ഞിട്ട്. ഇതിന്റെ യഥാർത്ഥത്തിൽ അതായത് 21 ലക്ഷം, 30 ലക്ഷം, 10 ലക്ഷം, 5 ലക്ഷം, 40 ലക്ഷം ഒക്കെ കൊടുത്തിട്ടാണ് ഓരോ ചോദ്യ പേപ്പറും വാങ്ങിയിട്ട് ഇവർ എക്സാം എഴുതാൻ വന്നിരിക്കുന്നത്. എന്നിട്ട് ഇവരുടെയൊക്കെ മാർക്ക് കണ്ടാലോ, ഈ പഠിച്ച് എഴുതി കഷ്ടപ്പെട്ട ആളുകൾക്ക് ഒന്നും രാവും പകലൊന്നുമില്ലാതെ കഷ്ടപ്പെട്ട് പരീക്ഷ പഠിച്ചെഴുതിയ ആളുകളൊക്കെ തോറ്റവരുമായി. എങ്ങനെയുണ്ട്? അതിനെതിരെയാണ് വിദ്യാർത്ഥികളായിട്ട് ഇവിടെ സമരം തുടങ്ങിയത്. 23 എണ്ണം. മിനിഞ്ഞാന്ന് പോലീസിന്റെ അടിയേറ്റിട്ട് ഒരു പെൺകുട്ടി മരണപ്പെട്ടു. പിന്നെ മാത്രമല്ല, ഇവരിലുള്ളത് മുഴുവൻ പോലീസോ പട്ടാളോ അല്ല, തെരുവ് ഗുണ്ടകളാണ്. തെരുവ് ഗുണ്ടകൾ വീവാർ ചെരുപ്പിട്ടിട്ട് പോലും ഇറങ്ങിയിട്ടാണ് പിന്നെ പോലീസിന്റെയും പട്ടാളത്തിന്റെയും ഒക്കെ ഇന്ത്യൻ ആർമിയുടെ ഒക്കെ ഹെൽമെറ്റ് യൂസ് ചെയ്തിട്ട് ഇവർ കയറിയിട്ട് വിദ്യാർത്ഥികളെ തല്ലുന്നത്. വിദ്യാർത്ഥികൾ ഓരോ ദിവസവും അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുക. പക്ഷെ വിദ്യാർത്ഥികൾ മാത്രമല്ല, ഇപ്പൊ എല്ലാ ഭാഗത്തുനിന്നും എല്ലാ സംസ്ഥാനത്തുനിന്നും ഡൽഹിയിലേക്ക് ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുക. ഈ കർഷകരുടെ സമരം നടക്കുന്ന സമയത്ത് അവർ ഡൽഹി ബോർഡർ വരെ അടച്ചിട്ടു. എന്തിന്? ആളുകളുടെ എണ്ണം പിന്നെ അങ്ങോട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഡൽഹിയിൽ ചെയ്തിട്ടുള്ളത് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഇന്റർനെറ്റ് വരെ കട്ട് ചെയ്തു. എന്ത്, ആ ഡൽഹിയിൽ നടക്കുന്ന വിഷയങ്ങൾ മറ്റ് സംസ്ഥാനങ്ങൾക്കോ രാജ്യങ്ങൾക്കോ ഒന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതും ബ്ലൂടൂത്ത് വഴി അവർ ഷെയർ ചെയ്തിട്ട് വരെ എത്തിക്കുന്നുണ്ട്. പിന്നെ മീഡിയാസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടുന്ന് കാശ് കിട്ടണോ അവിടെ കയറി നടക്കും. ഇന്നാ തന്നെ കുറെ ചാനൽ, നമ്മളെ മലയാള ചാനലിന് എന്തൊക്കെയോ ഒരു മാറ്റം സംഭവിച്ച പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. റിപ്പോർട്ട് ചാനലിലൊക്കെ നല്ല ശക്തമായിട്ട് തന്നെ നമ്മളെ അരുണൊക്കെ നന്നായിട്ട് എതിർത്ത് പറയുന്ന കുറെ വീഡിയോസുകൾ ഞാൻ കണ്ടു. കേട്ടപ്പോൾ തന്നെ സന്തോഷം. ഇവർക്കൊന്നും ഇങ്ങനത്തെ ശീലമില്ലാത്തതാണ്. എന്ത് പറ്റിയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്താണെന്നുണ്ടെങ്കിലും ഞാൻ ഉൾപ്പെടെ നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഇതിനൊറ്റക്കെട്ടായി നിൽക്കുക. പോകുന്ന അത്രയും പോട്ടെ. അടുത്തൊരു ന്യൂസ് ഇവരിറക്കുന്നത് വരെ ഉണ്ടാവും ഇതിനാവശ്യമെന്നറിയാം. എങ്കിലും ഇനി അങ്ങോട്ടുള്ള തലമുറകൾക്ക് വിദ്യാഭ്യാസം അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെയൊക്കെ ഓരോരുത്തരെയും ആവശ്യമാണ്. ഇല്ലെങ്കിൽ നമ്മുടെ മക്കളുടെയൊക്കെ കാര്യം വളരെ മോശത്തിലേക്ക് മാത്രമേ പോയിക്കൊണ്ടിരിക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ വിദ്യാർത്ഥികളല്ല, നമുക്കിതിലൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നവരെ നിങ്ങൾക്കുള്ളതാണ്. ഓൺലൈനിലായിട്ട് പോലും നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുക. എങ്ങനെ? ഇതിനെതിരെ കേസ് ഫയൽ ചെയ്യുക. ഓരോരുത്തർക്കും ഇതിനെതിരെ കേസ് ചെയ്യാനുള്ള പല സൈറ്റുകളും വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കി നിങ്ങൾ അങ്ങനെ ചെയ്യുക. അല്ല, നിങ്ങൾക്ക് നേരിട്ട് പോയിട്ട് അതിൽ പങ്കെടുക്കാൻ കഴിയുകയും നിങ്ങൾ അങ്ങനെ ചെയ്യുക. മനുഷ്യരാണ്, എല്ലാവരും ഓരോ പ്രശ്നങ്ങളിലായിരിക്കും. എല്ലാവർക്കും ഒന്നും എത്തിപ്പെടാനൊന്നും പറ്റണമെന്നില്ല. എങ്കിലും പറ്റുന്നവർ പറ്റുന്ന പോലെ ചെയ്യുക. ഏറ്റവും കണ്ണിന് കുളിർമയുള്ള ഒരു കാഴ്ചയാണെന്ന് പറയുന്നത് അവിടെ ഭക്ഷണങ്ങൾക്കോ വെള്ളത്തിനോ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നാ, അത്രയും ഒഴുകി എത്തുന്നുണ്ട് എന്ന്. അപ്പൊ എത്രത്തോളം ഇന്ത്യയിൽ ജനങ്ങൾ ഇവരൊന്ന് ഇറങ്ങാനും ഇവരൊന്ന് ഇല്ലായ്മ ചെയ്യാനും ആഗ്രഹിക്കുന്നുണ്ട്. ഒരൊറ്റ വിദ്യാഭ്യാസ മന്ത്രിക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ആളുകളെ തല്ലിച്ചതച്ചുകൊണ്ടിരിക്കുന്നത്, അതും നമ്മുടെ ഇന്ത്യയിൽ. ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ടാണ് കയ്യിൽ നിന്ന് പറ്റ പിടുത്തം വിട്ടു എന്ന് മനസ്സിലായത് കൊണ്ടാണ് ഇന്നലെ നമ്മുടെ പ്രധാനമന്ത്രി ഒന്ന് വാ തുറന്നത്. അതും എന്താ അറിയോ, നിങ്ങൾ ഒരു പേടിയും പേടിച്ചണ്ട, ഞാൻ ഉണ്ട് നിങ്ങളെ കൂടെ എന്ന്. മൂപ്പര ആൾക്കാരാണ് ഈ നിന്ന് തല്ലണത്. ഏത്? പോലീസ് തികയാഞ്ഞിട്ടും പട്ടാളം തികയാഞ്ഞിട്ടും ഗുണ്ടകളെ വരെ ഇറക്കിക്കണു. എന്തിന്? ഈ സ്റ്റുഡന്റിനെ തല്ലാനും ഈ സമരത്തിന് അനുകൂലിച്ച് വരുന്നവരെ അടിച്ചോടിക്കാനും. എന്നിട്ട് പറയാം ഞാൻ നിങ്ങളെ പിന്നാലെ, നിങ്ങൾ ഒരു പേടിയും പേടിച്ചണ്ടാന്ന്.
ഇവിടെ കുറെ അവൾമാരുണ്ടായിരുന്നു, എന്താ മോദിജി എൻ്റെ അച്ഛനാണ്, അമ്മാവനാണ്, അളിയനാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. എവിടെ ഓലൊക്കെ? എന്താ ഓൽക്കൊന്നും മിണ്ടാല്ലേ? മിണ്ടൂല. അതൊക്കെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ എന്താണോ വരുന്നത് അതെടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്യാനേ ഇവർക്കൊക്കെ അറിയുള്ളൂ. വിദ്യാഭ്യാസം വേണ്ടേ, വിവരം വേണ്ടേ? അത് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതിനേക്കാൾ നല്ലതാണ് ഈ സമരം ചെയ്യുന്നത്. എന്തായാലും എനിക്കോ ഇതിനൊന്നും ഒഴിഞ്ഞു മാറാൻ പറ്റൂല. നമുക്ക് മാക്സിമം പറ്റാവുന്ന അത്രയും ഇതിനെതിരെ നമ്മൾ ശക്തമായി അടിക്കണം, ആഞ്ഞടിക്കണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ.